KSRTC-യിലുള്ള പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്ര. ഇതിന്റെ ആനുകൂല്യം സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും കിട്ടും. അതിന്റെ തെളിവാണിത്. വേണ്ടോ? ഇത് ഞാന് കോഴിക്കോട് നിന്ന് കൽപ്പറ്റയിലേക്ക് വന്നതാണ്. ഇവിടെ കാണുന്നത് 0. ഇതിന്റെ അടിയിൽ ഒരു 87 കാണാം. അതെങ്ങനെയാണ് നമുക്ക് ആനുകൂല്യം കിട്ടുക എന്നുള്ളത് പറഞ്ഞുതരാം. എല്ലാവർക്കും അറിയാം, പക്ഷെ നമ്മളത് അത്രയ്ക്ക് ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ടാണ് കുറെ ആളുകൾ ഈ ആനുകൂല്യം സ്ത്രീകൾക്ക് മാത്രം കൊടുത്താൽ പോരാ, കൂടുതൽ പുരുഷന്മാരാണ് പുറത്തേക്ക് പോകുന്നത്, പുരുഷന്മാരാണ് കൂടുതൽ യാത്ര ചെയ്യുന്നത്, പുരുഷന്മാരെയും ഈ ഒരു ആനുകൂല്യത്തിന്റെ പരിധിയിൽ കൊണ്ടുവരണം. കൂടുതലും ആ ഒരു അഭിപ്രായം പറഞ്ഞത് സ്ത്രീകളാണ്. ഒരൊറ്റ കണ്ടീഷൻ ഉണ്ട് കേട്ടോ. എല്ലാ ആണുങ്ങൾക്കും എല്ലാ പുരുഷന്മാർക്കും ഇതിന്റെ ആനുകൂല്യം കിട്ടണമെന്നില്ല. ആനുകൂല്യം കിട്ടുന്നത് ഏത് തരത്തിലുള്ളതാണ്, ഒന്നെങ്കിൽ കൂടെ സ്ത്രീകൾ വേണം. ആരെങ്കിലും സ്ത്രീകൾ ഉണ്ടെങ്കിൽ മാത്രമേ ആ പുരുഷന്മാർക്ക് ആ ആനുകൂല്യം കിട്ടുള്ളൂ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം KSRTC-യിൽ യാത്ര ചെയ്യുന്ന മുഴുവൻ ആളുകൾ, കേരളത്തിലുള്ള മുഴുവൻ ആളുകളെയും ഉൾക്കൊള്ളുന്ന ഒരു വലിയ പദ്ധതിയാണിത്. ഇതുപോലെയുള്ള ഒരു പദ്ധതി എൻ്റെ അറിവിൽ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടില്ല. ഇനി ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഈ ഒരു പദ്ധതി എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊള്ളും. നമ്മുടെ ഈ ഒരു പൈസ ഫ്രീ കൊടുക്കുന്നത് സ്ത്രീകൾക്കാണെങ്കിൽ പോലും എന്നെ സംബന്ധിച്ചിടത്തോളം പഠിക്കുന്ന 2 മക്കൾക്ക് മാസത്തിൽ അവരുടെ യാത്ര ചെലവ് മാത്രം ഏകദേശം 3000 മുതൽ 4000 രൂപ വരെ ചെലവാകാറുണ്ട്. ഈ പൈസ സ്വാഭാവികമായിട്ടും എൻ്റെ കീശകളിൽ പോവുക. അപ്പൊ ഇപ്പൊ അവര് ഫ്രീ ആയിട്ടാണ് യാത്ര ചെയ്യുന്നത്. അപ്പൊ ആ യാത്രയുടെ സൗജന്യ യാത്രയുടെ ആനുകൂല്യം സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ഉണ്ട് എന്നതിന്റെ തെളിവാണ്. ആ പൈസ ഇപ്പൊ എനിക്ക് ലാഭമാണ്. പിന്നെ ജോലിയൊന്നും ഇല്ലാത്ത സ്ത്രീകൾ പുറത്തേക്കൊക്കെ പോകുന്ന സമയത്ത് യാത്ര ചെയ്ത് പോകുമ്പോൾ അവരുടെ ബസ് കൂലി എടുക്കേണ്ട ഭർത്താക്കന്മാരാണ്. ഒരു കുടുംബത്തിൽ 5 ആളുകളുണ്ട്, 3 സ്ത്രീകളും 2 പുരുഷന്മാരാണെങ്കിൽ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം 2 ആളെ ടിക്കറ്റ് എടുത്താൽ മതി. 3 ആളുടെ പൈസ ഭർത്താവിന് ലാഭമാണ്. പുരുഷന്മാർക്കും ഈ ഒരു പദ്ധതിയുടെ ആനുകൂല്യം ഉണ്ട് എന്നതിന്റെ തെളിവാണ് ഞാൻ എടുത്ത ഈ ഒരു ടിക്കറ്റ്. ഇതിലിപ്പോ ഉള്ളത് മുകളിൽ 0 ആണ്. അത് ഞാൻ എടുത്ത ടിക്കറ്റാണ്. ഞാനും എൻ്റെ മകളും കൂടി യാത്ര ചെയ്യുമ്പോൾ ഞാനാണ് സ്വാഭാവികമായിട്ട് ടിക്കറ്റ് എടുക്കേണ്ടത്. അപ്പോൾ മകളുടെ പേരിൽ എനിക്ക് ഫ്രീ ആയി കിട്ടി. ആ പൈസ എൻ്റെ പോക്കറ്റിലാണ്. എൻ്റെ പൈസ മാത്രമേ എനിക്ക് കൊടുക്കേണ്ടി വന്നിട്ടുള്ളൂ. അപ്പൊ ഇതിന്റെ ഒരു ആനുകൂല്യം പുരുഷന്മാർക്ക് വേണ്ടി വാദിച്ച സ്ത്രീകളും അറിയുക. അതുപോലെ തന്നെ പുരുഷന്മാർക്ക് ആനുകൂല്യം കിട്ടുന്നില്ല എന്ന് പരിതപിക്കുന്നവരും അറിയുക. അപ്പൊ അതുകൊണ്ട് ഇത് വലിയ ഒരു നല്ല പദ്ധതിയാണ്. നിലനിന്ന് പോവുകയാണെങ്കിൽ ഇത്തരം നല്ലൊരു പദ്ധതിയാണ്. മറ്റു തരത്തിലൂടെ നമ്മളെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് ആ പൈസയുടെ ഒരു ആനുകൂല്യമാണ് നമുക്ക് തിരിച്ചു തരുന്നത്. അപ്പൊ എന്ന് വെച്ചാൽ നമ്മളിടുന്ന ടാക്സ് ആയിട്ട് ഗവൺമെന്റ് വാങ്ങുന്ന പൈസ അതൊരു ആനുകൂല്യം എന്ന നിലക്ക് നമുക്ക് തിരിച്ചു തരികയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു മാസത്തിൽ ഏകദേശം 3000 മുതൽ 4000 രൂപ വരെ എനിക്ക് ലാഭമാണ്. ആ പൈസ എനിക്ക് എൻ്റെ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കാം, അല്ലെങ്കിൽ എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ പറ്റും. അത് ഗവൺമെന്റ് എനിക്ക് തരുന്ന ഒരു ആനുകൂല്യമാണ്, എനിക്ക് തിരിച്ചു തരുന്ന ഒരു ആനുകൂല്യം. ഈ ഒരു പദ്ധതി എന്ന് പറയുന്നത് മുഴുവൻ ആളുകളെയും പറ്റിയതാണ്. അപ്പോൾ കുട്ടികളൊക്കെ പഠിക്കാൻ പോകുന്നത്, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവിടെ യാത്രാ ചെലവ്, ഫീസും എല്ലാം കൂടി ആകുമ്പോൾ വലിയൊരു ഭീമമായ പൈസ വരും. യാത്രാക്കൂലിയെങ്കിലും ഒരു ലാഭം കിട്ടുക എന്നുള്ളത് വലിയ ലാഭമാണ്. ദൂരത്തേക്ക് ചികിത്സയ്ക്ക് പോകുന്നവര് അവരുടെ ചികിത്സയുടെ വണ്ടിക്കൂലി തന്നെ 2000-3000 ഉറുപ്പ്യൊക്കെ മാസത്തിൽ പോയി വരുന്ന ആളുകളുണ്ട്. എൻ്റെ ഒരു കുടുംബത്തിലുള്ള ആള് ഡയാലിസിസിന് പോകുന്നത് പറഞ്ഞിട്ടുണ്ട്. ഡയാലിസിസിന് പോകുന്ന അവരുടെ യാത്രാ ചെലവ് മാത്രം മാസത്തിൽ 12000 രൂപ വരും. യാത്രാ ചെലവ് മാത്രം വെച്ചാല് ആഴ്ചയിൽ 3 ദിവസമായിട്ടും പോകണ്ട, ഡയാലിസിസിന് പോകണം. അവർക്ക് ബസ്സിലുള്ള യാത്രയാണെന്നുണ്ടെങ്കിൽ ആ പൈസ ലാഭമാണ്. 12000 രൂപയാണ് അവർക്ക് ലാഭം. മാസത്തിൽ 12000 രൂപ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ലാഭമാണ്. അത്തരം കാര്യങ്ങളിലൂടെയൊക്കെ ഗവൺമെന്റ് ചെയ്തത് വലിയൊരു സേവനമാണ്, വലിയൊരു സംഭവമാണ്. അപ്പോൾ പുരുഷന്മാർക്ക് ഇനി ആനുകൂല്യം ഇല്ല എന്ന് പറഞ്ഞിട്ട് ആരും വിഷമിക്കേണ്ട. ഇതാണ് അതിന്റെ തെളിവ്. അപ്പൊ എല്ലാ ആളുകളെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന വലിയൊരു പദ്ധതിയാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ അതിന് ഗവൺമെന്റിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്.